അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ ആരുമാകട്ടെ, എവിടെയും ആകട്ടെ, സാഹചര്യം എന്തു തന്നെയാവട്ടെ, ഈ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. മാസ്മരികമായിട്ടുള്ള ശക്തി നൽകാൻ കഴിയും. അബൻഡൻസ്, സന്തോഷം കൊണ്ടുവരാൻ കഴിയും. ആ വാക്യം ഏതെന്നറിയോ? താങ്ക് യു. കൃതജ്ഞതയുണ്ട്, നന്ദിയുണ്ട്. താങ്ക് ഗോഡ്, അൽഹംദുലില്ലാ. സർവേശ്വരന് നന്ദി. ഉറക്കിൽ നിന്ന് ഉണരുന്ന നിമിഷം ആദ്യ സങ്കല്പം, ആദ്യ ചിന്ത നന്ദിബോധത്തിൻ്റെതായിരിക്കണം, കൃതജ്ഞതയുടേതായിരിക്കണം. പരാതി പറയാൻ കാര്യങ്ങൾ ഒരുപാടുണ്ടാവാം, പക്ഷേ മനസ്സിനെ അതിൽ നിന്നെല്ലാം മാറ്റിയിട്ട് കൃതജ്ഞതയുടെ ലോകത്തേക്ക്, നന്ദിബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. മനോഹരമായ ശരീരം നൽകിയതിന്, കണ്ണുകൾ നൽകിയതിന്, കാതിൻ്റെ കേൾവിശക്തി നിലനിർത്തിയതിന്, വീട്, നമ്മുടെ പരിസരം, ചുറ്റുപാട്, പ്രപഞ്ചം, കിളികളുടെ ശബ്ദം എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയതിന് സർവേശ്വരനോട് നന്ദിബോധത്തോടു കൂടിയിട്ടായിരിക്കണം ഓരോ ദിനവും നമ്മൾ തുടങ്ങുന്നത്. ആ നിമിഷം തന്നെ നന്ദിബോധത്തോടു കൂടിയിട്ട് ചില അഫർമേഷൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഐ ആം സക്സസ്ഫുൾ, ഐ ആം സ്മാർട്ട്, ഐ ആം കറേജ്, ഐ ആം ഇമ്പോർട്ടൻറ്റ്, ഐ ആം ലവ്ഡ് എന്നുള്ള അഫർമേഷൻസ് കൂടി നമ്മളങ്ങ് കൊടുക്കുന്ന നിമിഷം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നെഗറ്റീവായ തലങ്ങളിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന തലത്തിലാണ്. അതിന് ഒരു പടി അങ്ങ് ഉയർത്തിയിട്ട് ഞാൻ ഹോപ്പ്ഫുള്ളാണ്, ഞാൻ ലവ്ഡാണ്, ഞാൻ കറേജാണ് എന്നുള്ള ചിന്താഗതി ഓരോ ദിവസവും പ്രഭാതത്തിൽ നമുക്ക് കൊടുക്കുന്ന സമയത്ത് മനസ്സിൻ്റെ ഒന്ന് ജസ്റ്റ് അപ്ലിഫ്റ്റ് ചെയ്യും. പിന്നെ മനസ്സ് അതിൽ കേന്ദ്രീകരിച്ചുകൊള്ളും. ആദ്യ സങ്കല്പം, ആദ്യ ചിന്ത പോസിറ്റീവ് തലത്തിലാകുന്ന നിമിഷം, കൃതജ്ഞതയുടേതാകുന്ന നിമിഷം, നന്ദിബോധത്തിൻ്റേതാകുന്ന നിമിഷം, ആ ദിവസം മുഴുവനും പിന്നെ അതിൻ്റെ ഒരു പവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു റൊട്ടീൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മറിയുന്നത് നമുക്ക് കാണാൻ, ആ മിറക്കിൾ സംഭവിക്കുന്നത്, അത്ഭുതങ്ങൾ ഉണ്ടാവുന്നത്, സർവ്വതിനോടും നന്ദിബോധമുള്ളവനാവുക. ആ രീതിയിൽ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിയാകും. നോ ഡൗട്ട്സ്. കൃതജ്ഞതയുള്ളവനാകുക, സന്തോഷമുള്ളവനാകുക, ജീവിതത്തിൽ അബൻഡൻസ് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക.